നമസ്കാരം. ദേവസൈനിയിലേക്ക് സ്വാഗതം. പരശുരാമ അവതാരം ഭാഗം 2. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 6ാമത്തെ അവതാരമായ പരശുരാമനെ കുറിച്ചും ആ അവതാരം നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങളെക്കുറിച്ചുമുള്ള 2ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും പരശുരാമൻ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ത്രേതായുഗത്തിന്റെ ആരംഭത്തിലാണ് ജമദഗ്നി മഹർഷിയുടെയും രേണുകാദേവിയുടെയും മകനായി ഭാർഗവരാമൻ ജനിക്കുന്നത്. കഠിനമായ തപസ്സിലൂടെ ഭഗവാൻ ശിവനെ പ്രസാദിപ്പിക്കുകയും ശിവനിൽ നിന്ന് പരശു അല്ലെങ്കിൽ മഴു ആയുധമാക്കി ലഭിക്കുകയും ചെയ്തതിനാലാണ് അദ്ദേഹം പരശുരാമൻ എന്ന് അറിയപ്പെട്ടത്. ബ്രാഹ്മണനായി ജനിച്ചുവെങ്കിലും ക്ഷത്രിയ വീര്യത്തോടെ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടമാണ് അവതാരോദ്ദേശം. മറ്റ് അവതാരങ്ങളെ പോലെ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ വന്ന് മടങ്ങിപ്പോവുകയല്ല പരശുരാമൻ ചെയ്തത്. അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണ്. അതായത് കലിയുഗത്തിന്റെ അവസാനം വരെ അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരശുരാമ കഥയിലെ പ്രധാനപ്പെട്ട ഭാഗം സഹസ്രബാഹുവായ കാർത്തവീര്യാർജുനനുമായിട്ടുള്ള യുദ്ധമാണ്. ജമദഗ്നി മഹർഷിയുടെ പക്കലുണ്ടായിരുന്ന കാമധേനു എന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന പശുവിനെ കാർത്തവീര്യാർജുനൻ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഇത് വെറുമൊരു മോഷണമല്ല, മറിച്ച് അധികാര ഗർവ് ഒരു മഹർഷിയുടെ ശാന്തിയെ തകർക്കാൻ ശ്രമിച്ചതാണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം: ഭൗതിക ശക്തി ഒരിക്കലും ആത്മീയ ശക്തിയേക്കാൾ വലുതല്ല. എത്ര വലിയ സൈന്യബലമുണ്ടെങ്കിലും അധർമ്മത്തിന്റെ പാതയിലാണെങ്കിൽ പതനം ഉറപ്പാണെന്ന് പരശുരാമൻ തെളിയിച്ചു. മഹാഭാരതത്തിൽ കർണന്റെ ഗുരുവായി പരശുരാമൻ വരുന്നുണ്ട്. ബ്രാഹ്മണനാണെന്ന് കള്ളം പറഞ്ഞ് വിദ്യ അഭ്യസിച്ച കർണനെ അദ്ദേഹം ശപിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം: വിദ്യ നേടേണ്ടത് സത്യസന്ധമായ മാർഗത്തിലൂടെ ആയിരിക്കണം. അർഹതയില്ലാത്ത രീതിയിൽ നേടിയ അറിവ് കൃത്യസമയത്ത് തുണയ്ക്കില്ല എന്ന വലിയൊരു സത്യം ഇവിടെ വെളിപ്പെടുന്നു. ഒരു അധ്യാപകൻ എത്രമാത്രം കണിശക്കാരനായിരിക്കണം എന്നതിനും ഇതൊരു ഉദാഹരണം ആണ്. ഗഹനമായ ചില ജീവിത തത്വങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആദ്യത്തേത് വിദ്യയും ആയുധവും തമ്മിലുള്ള ബന്ധമാണ്. പരശുരാമൻ ഒരേ സമയം ബ്രഹ്മർഷിയും ധനുർവേദ പാരംഗതനും ആണ്. ശാസ്ത്രവും ശസ്ത്രവും ഒരാളുടെ കയ്യിൽ ഒത്തുചേരുമ്പോഴാണ് പൂർണ്ണതയുണ്ടാകുന്നത്. അറിവ് മാത്രം പോരാ, അതിനെ സംരക്ഷിക്കാനുള്ള കരുത്തും വേണം. അതുപോലെ കരുത്തു മാത്രം പോരാ, അതിനെ നിയന്ത്രിക്കാനുള്ള അറിവും വേണം. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് വലിയൊരു സന്ദേശമാണ്. അടുത്തത് പ്രകൃതിയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധമാണ്. കേരളം നിർമ്മിച്ചപ്പോൾ അദ്ദേഹം സമുദ്രത്തെ മാറ്റുക മാത്രമല്ല ചെയ്തത്, ഈ മണ്ണിലെ ഉപ്പുരസം മാറ്റാൻ നാഗങ്ങളെ പ്രതിഷ്ഠിക്കുകയും മണ്ണ് ഫലഭൂയിഷ്ഠമാക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഒരു പുതിയ വാസസ്ഥലം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ പരിഗണിക്കണം എന്നതിൻ്റെ ആദ്യ പാഠമാണിത്. പ്രകൃതിയെ മെരുക്കുകയല്ല, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അടുത്തതായി ശിക്ഷണവും അച്ചടക്കവും. തൻ്റെ ശിഷ്യന്മാരായ ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരോടടക്കം അദ്ദേഹം പുലർത്തിയ കർക്കശമായ നിലപാടുകൾ സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ അച്ചടക്കത്തെയാണ്. സ്നേഹത്തെക്കാൾ മൂല്യം അദ്ദേഹം നൽകിയത് ഗുണനിലവാരത്തിനാണ്. വിജയത്തിലേക്കുള്ള ഏക വഴി കഠിനമായ അച്ചടക്കമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ചിലപ്പോൾ കഠിനമായി തോന്നാമെങ്കിലും അവയാണ് യഥാർത്ഥ വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നത്. പരശുരാമനും ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം പറയാം. ഐതിഹ്യമനുസരിച്ച് കേരളം വീണ്ടെടുത്ത ശേഷം പരശുരാമൻ 108 ശിവക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം ഇതിൽ പ്രധാനമാണ്. തെക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ വടക്ക് അനന്തപുരം ക്ഷേത്രം വരെ കേരളത്തെ ഭക്തിയുടെ ചരടിൽ കോർത്തിണക്കിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.